പ്രസക്തമാകുന്നത്. നമ്മുടെ പെൺകുട്ടികളെ ഇങ്ങനെ സ്വയം തിരിച്ചറിയാനും അവകാശങ്ങളെ പറ്റി ബോധവതികളാകാനും അഭിമാനത്തോടെ തല ഉയർത്തിപ്പിടിച്ച് ജീവിക്കാനും പ്രാപ്തരാക്കുക എന്നതാണ് വിമൻസ് സെല്ലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. അതിനുതകുന്ന പരിപാടികളാണ് നമ്മൾ ഈ വർഷം ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അതിന്റെ തുടക്കമാണ് ഇന്നിവിടെ നടക്കുന്നത്. നമ്മുടെ ഈ മീറ്റിങ്ങിന് അധ്യക്ഷപദം അലങ്കരിക്കുന്നത് ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ഡോക്ടർ ഷൈനി പാലാടിയാണ്. നമുക്കറിയാം, നമ്മുടെ കോളേജ് പോലെ ഒരു വലിയ വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ ഇത്രയധികം കുട്ടികളെയും അധ്യാപകരെയും അനധ്യാപകരെയും എല്ലാം ഏകോപിപ്പിച്ച് ഈ സ്ഥാപനത്തെ നയിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു ജോലിയാണ്. എന്നാൽ ഏറ്റവും മികച്ച രീതിയിൽ ആ ഉത്തരവാദിത്തം നിർവഹിച്ചുകൊണ്ട് നമ്മുടെ കോളേജിനെ ഓരോ ദിവസവും ഉയർച്ചയിലേക്ക് നയിക്കുന്ന, അതിനുവേണ്ടി സ്വന്തം കഴിവും ആരോഗ്യവും അറിവുമെല്ലാം 100% സമർപ്പണം ചെയ്ത് പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ഡോക്ടർ ഷൈനി പാലാട്ടിയെ ഏറ്റവും സ്നേഹത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ വിമൻസ് സെല്ലിന്റെ ആക്ടിവിറ്റീസ് ഉദ്ഘാടനം ചെയ്യാനായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിന്റെ ചെയർപേഴ്സണായ ഡോക്ടർ എം ബീന IAS-നെയാണ്. നമുക്കറിയാം, ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖങ്ങളിൽ ഒന്നാണ് കൊച്ചിൻ പോർട്ട്. അതുപോലെ ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനൽ ആണ്. അതുപോലെ വല്ലാവടം കണ്ടെയ്നർ ടെർമിനലും ഇതിന്റെ കീഴിലാണ് വരുന്നത്. ഇത്രയും വലിയ സംരംഭങ്ങളെ എല്ലാം ഏകോപിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സ്ഥാപനമാണ് പോർട്ട് ട്രസ്റ്റ്. ആ ഒരു സ്ഥാപനത്തിന്റെ ഏറ്റവും ഉന്നതമായ പദവിയിലിരുന്ന് ആ സ്ഥാപനത്തെ നിയന്ത്രിക്കുക എന്ന് പറയുന്നത് വളരെ വെല്ലുവിളികൾ നിറഞ്ഞൊരു ഉത്തരവാദിത്തമാണ്. ഈ ഉത്തരവാദിത്തം 2018 മുതൽ ഇന്ന് വരെ വിജയകരമായി നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ബീന മാഡം. പെൺകുട്ടികൾ അധികമൊന്നും സിവിൽ സർവീസിലേക്ക് കടന്നു വരാതിരുന്ന 90കളുടെ അവസാനം സിവിൽ സർവീസിലെത്തുകയും അതിനുശേഷം ഏറ്റെടുക്കപ്പെട്ട എല്ലാ ഉത്തരവാദിത്തങ്ങളും 100% വിജയകരമായി പൂർത്തിയാക്കുകയും ഇപ്പോഴും തന്റെ കഴിവും ഊർജ്ജസ്വലതയും കൊണ്ട് നമ്മെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ബീന മാഡത്തിനെ ഏറ്റവും സ്നേഹത്തോടെ ബഹുമാനത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ പരിപാടിക്ക് ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നത് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ സുരേഖ മാമാണ്. നമ്മുടെ കോളേജിന്റെ പ്രവർത്തനങ്ങളിൽ എല്ലാ പ്രവർത്തനങ്ങളിലും പ്രിൻസിപ്പലിനോട് ഒത്തുചേർന്ന് നേതൃത്വം വഹിക്കുന്ന ആളാണ് സുരേഖ മാം. നമ്മുടെ കോളേജിൽ ജോയിൻ ചെയ്യുന്നതിന് മുൻപ് ഏകദേശം 35 വർഷത്തോളം വിവിധ മൾട്ടിനാഷണൽ കമ്പനികളിൽ HR വിഭാഗത്തിന്റെ തലപ്പത്ത് പ്രവർത്തിച്ച വളരെ വലിയൊരു പ്രവൃത്തി പരിചയമുള്ള ആളാണ്. വിമൻസ് സെല്ലിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഏറെ താല്പര്യത്തോടെ ഇടപെടുകയും ഞങ്ങൾക്ക് ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്ന സുരേഖ മാമിനെ ഏറ്റവും സ്നേഹത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കോളേജിൽ ഓരോ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. നന്ദി അനുക. ഭാരത് മാതാ കോളേജ് തൃക്കാക്കരയുടെ പ്രിൻസിപ്പൽ പദം അലങ്കരിക്കുന്നത് ഒരു സ്ത്രീ സാന്നിധ്യമാണെന്നതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ അഭിമാനിക്കാം. കോളേജിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ, കോളേജിന്റെ വളർച്ചയ്ക്ക് താങ്ങായി നട്ടെല്ലായി നിലകൊള്ളുന്ന വ്യക്തിയാണ് നമ്മുടെ പ്രിൻസിപ്പൽ ഡോക്ടർ ഷൈനി പാലാട്ടി മാം. I warmly invite Dr. Shiny Ma'am for the presidential address. Thank you, Christina. The most respected chief guest, Dr. Beena IAS, respected Vice Principal, Dr. Surega, Women's Cell Coordinators, Dr. Anu, Dr. Shibi, Miss Susan, and my dear students. ഭാരത മാതാ കോളേജിനെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം നിറഞ്ഞ ദിവസങ്ങളാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ജൂലൈ മാസം നമുക്കറിയാം, നമ്മുടെ കുട്ടികളുടെ അക്കാഡമിക് ആക്ടിവിറ്റീസിനോടൊപ്പം തന്നെ സ്റ്റുഡൻസിന്റെ ഒരു ഹോളിസ്റ്റിക് ഡെവലപ്മെന്റിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഏകദേശം 18ഓളം ക്ലബ്ബുകൾ, സ്റ്റുഡൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന 18ഓളം ക്ലബ്ബുകൾ നമുക്കുണ്ട്. അതുപോലെ തന്നെ ഒരു 14ഓളം സെല്ലുകളുമുണ്ട്. അതിൻ്റെ എല്ലാം ഈ വർഷത്തെ ആക്ടിവിറ്റീസ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണ് ഇതെല്ലാം. മറ്റ് ക്ലബ്ബുകളുടെയും സെല്ലുകളുടെയും എല്ലാം ഉദ്ഘാടനം നടക്കുന്ന സമയത്ത് ഏറ്റവും സന്തോഷം നിറഞ്ഞ മനസ്സോടെയും അതുപോലെ അഭിമാനത്തോടെയും കൂടെയാണ് ഞാൻ എൻ്റെ കുട്ടികളോടൊപ്പം ആയിരിക്കുക. പക്ഷെ ഈ സെല്ലിന്റെ, വിമൻസ് സെല്ലിന്റെ ഉദ്ഘാടനം നടക്കുന്ന ഈ സമയത്ത് എൻ്റെ മനസ്സിൽ വലിയൊരു സന്തോഷം നിറഞ്ഞു വരുന്നുണ്ടെങ്കിലും
അതിനോടൊപ്പം തന്നെ അതിനോട് ഈക്വൽ ആയിട്ട് തന്നെ വലിയൊരു സങ്കടവും കൂടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന അങ്ങനെ ഒരു മിക്സ്ഡ് ഫീലിങ്സുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ ഇരിക്കുന്നത്. ആദ്യം എൻ്റെ സന്തോഷത്തിന്റെ കാരണം ഞാൻ നിങ്ങളോട് പറയാം. ഞാൻ എൻ്റെ കരിയറിൽ അല്ലെങ്കിൽ എൻ്റെ കരിയർ ഗ്രോത്തിൽ എപ്പോഴും എന്നെ വളരെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള രണ്ട് സ്ത്രീ രത്നങ്ങൾ, രണ്ട് ഐക്കൺസ്, അതിലൊരാളാണ് ഇന്ന് നമ്മളോടൊപ്പം ആയിരിക്കുന്ന ഡോക്ടർ ബീന IAS. ഞാൻ ഒരു അധ്യാപികയായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഭാരതമാതാ കോളേജിൽ തന്നെയാണ് എൻ്റെ കരിയർ കാലഘട്ടം മുഴുവനും ആയിരുന്നത്. ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ കളക്ടറായി ബീന മാഡം എത്തിയപ്പോഴാണ് മാഡത്തിനെ പറ്റി കൂടുതൽ അറിയാൻ ഇടവന്നത്. എനിക്ക് അന്നതൊരു വലിയ അത്ഭുതമായിരുന്നു. അതായത് MBBSന് ഏറ്റവും മികച്ച റാങ്കുള്ള വിദ്യാർത്ഥികൾ പഠിക്കുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ MBBS കഴിഞ്ഞ് ഉടനെ തന്നെ MDക്ക് അഡ്മിഷൻ കിട്ടുക, MDക്ക് ഒരു മെറിറ്റിൽ അഡ്മിഷൻ കിട്ടുക എന്നുള്ളത് എത്രത്തോളം ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ എത്രത്തോളം ഹാർഡ് വർക്ക് ആവശ്യമുള്ള ഒരു കാര്യമാണെന്ന് നമുക്ക് നല്ലപോലെ അറിയാം. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഫസ്റ്റ് ഇയർ MD കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് തൻ്റെ പാഷനായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ആ ഒരു ഏരിയയിൽ നിന്ന് അതിനേക്കാൾ ഏറെ വെല്ലുവിളികൾ നിറഞ്ഞ സിവിൽ സർവീസിന്റെ ലോകത്തേക്ക് ധൈര്യപൂർവ്വം കാലെടുത്തു വെച്ച ഒരു വലിയ വ്യക്തിത്വമാണ് ഇന്ന് നമ്മളോട് കൂടെ ആയിരിക്കുന്നത്. അത് ഞാൻ പിന്നീട് കളക്ടർ എന്ന നിലയിൽ മാഡം ചെയ്ത കാര്യങ്ങൾ ഞാൻ വലിയ അഭിമാനത്തോടെയും വലിയ ആദരവോടെയും നോക്കിക്കണ്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പിന്നീട് ഞാൻ ഒരു പ്രിൻസിപ്പൽഷിപ്പിലേക്ക് വരുന്ന ഒരു സമയം 3-4 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ മാനേജ്മെന്റ് നമ്മുടെ എലിജിബിൾ ആയിട്ടുള്ള അധ്യാപകരിൽ നിന്ന് പ്രിൻസിപ്പൽഷിപ്പിന് താല്പര്യമുള്ളവർ അപ്ലൈ ചെയ്യണം, ഇന്റർവ്യൂ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ കുറെ അധികം ആലോചിച്ചു. ഏകദേശം 3000-ഓളം പേരുള്ള ഒരു കോളേജ്, ലേഡീസും ജെൻസും, അത് സ്റ്റുഡൻസിലും ഫാക്കൽറ്റിയിലും നോൺ ടീച്ചിങ് സ്റ്റാഫിലും എല്ലാം രണ്ടു കൂട്ടരും ഉള്ള ഒരു സ്ഥാപനം, അധികമൊന്നും വനിതാ പ്രിൻസിപ്പൽമാർ ഇല്ലാതിരുന്ന ഇവിടെ ഉണ്ടായിട്ടില്ല. അങ്ങനെയൊക്കെയുള്ള ഒരു സമയത്ത് എനിക്കതിന് സാധിക്കുമോ എന്നൊരു ചിന്ത, UGC പറയുന്ന ക്വാളിഫിക്കേഷൻസ് ഒക്കെ എനിക്കുണ്ട്, പക്ഷെ ഇതൊരു വലിയൊരു ചലഞ്ചാണ്. അത് എങ്ങനെ ഏറ്റെടുക്കണോ അതിലേക്ക് മുന്നോട്ട് വരണോ എന്നുള്ള ചിന്ത വന്നപ്പോൾ മാഡം ബീനയുടെ ചില വാക്കുകൾ എപ്പോഴൊക്കെയോ മാഡത്തെ ശ്രവിച്ചപ്പോൾ ഞാൻ കേട്ട ചില കാര്യങ്ങൾ എൻ്റെ മനസ്സിലേക്ക് വന്നത്, എനിക്ക് തോന്നുന്നു CET തിരുവനന്തപുരത്തെ എഞ്ചിനീയറിംഗ് കോളേജിൽ വിദ്യാർത്ഥികളെ അഡ്രസ് ചെയ്തപ്പോഴാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മളൊരു പുതിയ കാര്യം ഏറ്റെടുത്തിട്ട് അത് പരാജയപ്പെട്ടാലും അത് ഏറ്റെടുക്കാതിരുന്നവരെക്കാൾ മിടുക്കരാണ് എന്ന് പറഞ്ഞ വാക്കുകൾ എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്നുണ്ട്. അത് ഏറ്റെടുക്കാൻ കാണിച്ച ധൈര്യം, അതിന് കാണിച്ച ആ ഒരു കോൺഫിഡൻസ്, അതാണ് ഏറ്റെടുക്കാത്തവരെക്കാൾ മിടുക്കുള്ള കാര്യം എന്ന് പറഞ്ഞത് എൻ്റെ മനസ്സിലുണ്ട്. പിന്നീട് എപ്പോഴോ ഓണ്ടർപ്രണേഴ്സിനെ അഡ്രസ് ചെയ്ത് മാഡം സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യം, നമുക്ക് 100 ഓണ്ടർപ്രണേഴ്സ് ഉണ്ടെങ്കിൽ അതിൽ ഒരു 2 പേരൊക്കെയാണ് ചിലപ്പോൾ സ്ത്രീകൾ ഉണ്ടാവുകയുള്ളൂ. പക്ഷേ ആ 2 പേരെ സ്ത്രീകൾ ഉള്ളൂ എങ്കിലും അവർ ഏറ്റെടുക്കുന്ന കാര്യം ഏറ്റവും സക്സസ്ഫുൾ ആക്കുന്ന ഒരു കാഴ്ചയാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു KSIDCയുടെ MD ആയിരുന്ന സമയത്ത് മാഡം പറഞ്ഞ വാക്കുകളാണ് എന്നാണ് ഞാൻ ഓർത്തിരിക്കുന്നത്. അപ്പൊ അവിടെ സ്ത്രീകൾക്ക് ഇതിനൊക്കെ സാധിക്കും എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ, അതായത് നമുക്ക് ഒരു ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ, നമ്മൾ ഏറ്റെടുക്കുന്ന ജോലിയോട് നമുക്കൊരു കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിൽ, അതോടൊപ്പം തന്നെ പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു വിദ്യാർത്ഥിയുടെ ഒരു സ്റ്റുഡന്റിന്റെ ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ, ഈ 3 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ സ്ത്രീകൾ ഏറ്റെടുക്കുന്ന എന്ത് കാര്യവും വിജയിപ്പിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞ വാക്കുകൾ എനിക്ക് വലിയ ആത്മവിശ്വാസം തന്ന കാര്യങ്ങളാണ്. പിന്നീട് ഞാൻ സൂചിപ്പിച്ച രണ്ടാമത്തെ വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ ഡോക്ടർ ലത, കുസാറ്റിന്റെ VC ആയിരുന്ന ലത മാഡമാണ്. മാഡത്തിനെ എന്നെ പ്രിൻസിപ്പലായിട്ട് മാനേജ്മെന്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ചാർജ് എടുക്കുന്നതിന് മുമ്പ് ഞാൻ മാഡത്തെ പോയി കണ്ട് സംസാരിച്ചു.
ഒരു അരമണിക്കൂറോളം സമയം ഇത്ര വലിയ ഒരു യൂണിവേഴ്സിറ്റിയെ, കേരളത്തിലെ തന്നെ ഏറ്റവും നല്ല ഒരു യൂണിവേഴ്സിറ്റിയെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന മാഡത്തിനോട് സംസാരിച്ചപ്പോൾ എനിക്ക് വലിയൊരു ആത്മവിശ്വാസം കിട്ടി. അപ്പം ലതാ മാഡവുമായിട്ടുള്ള ആ ഒരു സ്നേഹബന്ധം ഇന്നും ഈ 4 വർഷം ആയിട്ടും വളരെ നന്നായിട്ട് തുടർന്നുകൊണ്ട് പോകുന്നു. അതോടൊപ്പം തന്നെയുള്ള എനിക്ക് ആത്മവിശ്വാസം പകർന്ന ബീന മാഡം ഇന്ന് നമ്മളോടൊപ്പം ഓൺലൈനിലാണെങ്കിലും നമ്മളോടൊപ്പം നമ്മുടെ വിമൻ സെല്ലിൽ ഒരു ഗസ്റ്റ് ആയിട്ട് നമ്മുടെ ഒരു റിസോഴ്സ് പേഴ്സൺ ആയിട്ട് നമ്മുടെ വിദ്യാർത്ഥികളോട് സംസാരിക്കാൻ എത്തിയിരിക്കുന്നു എന്നുള്ള ഒരു വലിയ സന്തോഷമാണ് മനസ്സിന്റെ ഒരു സൈഡിൽ. മറുഭാഗത്ത് എനിക്ക് തോന്നുന്ന സങ്കടം എന്ന് പറയുന്നത്, നമ്മുടെ പെൺകുട്ടികൾക്ക്, നമ്മുടെ സ്ത്രീകൾക്ക് എന്താണ് സംഭവിക്കുന്നത്? ഇത്രയേറെ അഭ്യസ്ത വിദ്യരാണ് എന്ന് അഭിമാനിക്കുന്ന കേരളത്തിൽ, സ്ത്രീകൾ തന്നെ വിദ്യാഭ്യാസത്തിൽ വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന കേരളത്തിൽ നമ്മുടെ പെൺകുട്ടികൾക്ക് എന്ത് സംഭവിക്കുന്നു? എന്തുകൊണ്ടാണ് ഈ ദുരന്തങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി നമുക്ക് സങ്കടങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ചിന്ത വളരെയധികം നമ്മളെ എല്ലാം വേദനിപ്പിക്കുന്നു. ഒരു പ്രിൻസിപ്പൽ എന്ന നിലയ്ക്കോ, അധ്യാപിക എന്ന നിലയ്ക്കോ, ഒരു അമ്മ എന്ന നിലയ്ക്കോ ഒക്കെ വലിയ സങ്കടം ഉണ്ടാക്കുന്ന കാര്യമാണ്. അവിടെ ഞാൻ നമ്മുടെ ഇൻട്രൊഡക്ഷനിൽ നമ്മുടെ ക്രിസ്റ്റിമ പറഞ്ഞ വാക്കുകളും, എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് കിട്ടണമെങ്കിൽ ഒരു സ്ത്രീയോട് പറയണം എന്ന് പറഞ്ഞ വാക്കുകളും, അതുപോലെ വെൽക്കം സ്പീച്ചിൽ നമ്മുടെ അനുമിസ് പറഞ്ഞ കാര്യങ്ങളും, ആ സ്ത്രീയുടെ കരുത്ത് സ്ത്രീ തിരിച്ചറിയണം എന്നുള്ള വാക്കുകളൊക്കെ വളരെ പ്രസക്തമാണ്. അപ്പൊ ഈ വിമൻ സെല്ലിന്റെ ഇനോഗ്രേഷൻ നടക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ പ്രിയ വിദ്യാർത്ഥിനികളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, വിമൻ എംപവർമെന്റ് അത് എന്താണ് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. അത് പുരുഷന്മാരുമായിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ അല്ല. പുരുഷന്മാരായിട്ട് ജീവിച്ചോട്ടെ, അവർക്കും ഈ ഭൂമിയിൽ ഇടമുണ്ട്, സ്ത്രീകൾക്കും ഭൂമിയിൽ ഇടമുണ്ട്. ഇവിടെ 2 കാര്യങ്ങളാണ് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, ഒരു സ്ത്രീ അർഹിക്കുന്ന ഒരു റെസ്പെക്ട് കിട്ടണം, ഒരു റെക്കഗ്നീഷൻ കിട്ടണം. അല്ലെങ്കിൽ സ്ത്രീ ആയിപ്പോയി എന്നുള്ളതിന്റെ പേരിൽ നമുക്കൊരു റെസ്പെക്ട് കിട്ടാതിരിക്കരുത്. നമ്മുടെ വീട്ടിലാണെങ്കിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്ത്, ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ ഫുഡ് ഉണ്ടാക്കി, നമ്മുടെ അമ്മമാരെല്ലാം ഉണ്ടാക്കി റെഡിയാക്കി ഡൈനിങ് ടേബിളിൽ വെച്ച് കഴിയുമ്പോൾ പിന്നീട് അടുക്കളയിൽ പോയി മാറിയിരിക്കേണ്ട ഒരു വ്യക്തിയല്ല സ്ത്രീ. എല്ലാവരും കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ബാക്കിയുണ്ടെങ്കിൽ കഴിക്കേണ്ട ഒരു വ്യക്തിയല്ല സ്ത്രീ, ഒരു അമ്മ. എല്ലാവർക്കും വേണ്ടി, എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ വീട്ടിലെ എല്ലാവർക്കും കിട്ടേണ്ട തുല്യമായ അംഗീകാരം ഒരു സ്ത്രീക്കും ലഭിക്കണം. അത് വീട്ടിൽ മാത്രമല്ല, നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ, നമ്മുടെ ജോലി സ്ഥലങ്ങളിലെല്ലാം സ്ത്രീക്ക് കിട്ടേണ്ട ഒരു അംഗീകാരം, ആദരവ് നമുക്ക് കിട്ടിയിരിക്കണം. അത് കിട്ടണമെങ്കിൽ ഞാൻ പറയും, നമ്മുടെ ഇത്തരം മീറ്റിങ്ങുകളിൽ വിമൻ സെല്ലൊക്കെ അതിനെ ഒത്തിരി സഹായിക്കും. ഇത്തരം മീറ്റിങ്ങുകളിൽ നമ്മുടെ ബോയ്സിനെ കൂടെ, നമ്മുടെ മെയിൽ സ്റ്റുഡൻസിനെ കൂടെ, മെയിൽ സ്റ്റാഫിനെ കൂടെ ഒക്കെ നമ്മൾ പങ്കെടുപ്പിക്കണം. അവരെ കൂടെ നമ്മൾ മെമ്പർഷിപ്പ് എടുപ്പിക്കണം. നമ്മൾ ഒരുമിച്ചിരുന്ന് ചിന്തിക്കേണ്ട കാര്യമാണിത്. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം, ഈ വിമൻ സെല്ലിന്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് കുട്ടികൾക്ക് കിട്ടേണ്ടത്, നമ്മുടെ കരുത്ത് നമ്മൾ തിരിച്ചറിയണം. നമുക്ക് സാധിക്കുമോ എന്നൊരു ചിന്ത, നമുക്കിതിനൊക്കെ സാധിക്കുമോ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ സ്ത്രീയുടെ ഉള്ളിൽ വലിയൊരു കരുത്തുണ്ട്. അത് തിരിച്ചറിയാൻ ഓരോ വിദ്യാർത്ഥിനിയുടെയും ഉള്ളിൽ ആ കരുത്തുണ്ട്. അത് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. അതിന് നിങ്ങളെ ഈ വിമൻ സെല്ലിന്റെ പ്രവർത്തനങ്ങൾ സഹായിക്കട്ടെ എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ആശംസ. ഇവിടെ ഞാൻ എൻ്റെ പ്രിയ വിദ്യാർത്ഥിനികളെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ 14 ഡിസ്ട്രിക്റ്റുകളിൽ 8 ഡിസ്ട്രിക്റ്റുകളിലെയും കളക്ടർമാർ സ്ത്രീകളാണ്. ഒരു ജില്ലയെ മുഴുവൻ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു സ്ത്രീക്ക് സാധിക്കുന്നു. ഇന്നിപ്പോ നമ്മുടെ ഒളിമ്പിക്സ് നടക്കുന്ന ഒരു സമയത്ത് കളക്ടർമാരുടെ കാര്യം പറയുമ്പോൾ നമുക്ക് വളരെ അഭിമാനത്തോടു കൂടി തന്നെ പറയാൻ പറ്റും, ഏറ്റവും സ്തുത്യർഹമായ രീതിയിലാണ് അതിനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ വനിതാ കളക്ടർമാരെല്ലാവരും. അതുപോലെ ഒളിമ്പിക്സിന്റെ സമയത്ത് ഇന്നലെ ഞാൻ TV തുറന്നപ്പോൾ കണ്ട ആദ്യത്തെ ഹെഡ്ലൈൻ എന്ന് പറയുന്നത്, ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ പെൺ കരുത്ത് എന്നുള്ള ഒരു വലിയ തലക്കെട്ടാണ് അവിടെ കണ്ടത്. അപ്പൊ അവിടെയും സ്ത്രീകൾ അവിടെ പുരുഷന്മാരില്ലേ എന്ന് നമ്മൾ ചിന്തിക്കണ്ട. പുരുഷന്മാരുടെ ജോലി ചെയ്യട്ടെ, നമുക്കതിന് സാധിക്കുമോ ഇല്ലയോ
കായിക അധ്വാനം ആവശ്യമുള്ള കാര്യങ്ങളിലാണെങ്കിലും മാനസികമായി അധ്വാനിക്കേണ്ട അല്ലെങ്കിൽ ബുദ്ധിപരമായി അധ്വാനിക്കേണ്ട സ്ഥലത്താണെങ്കിലും നമുക്കൊരു കരുത്തുണ്ട്. ആ കരുത്ത് തിരിച്ചറിയണം. എത്രയോ മേയർമാർ നമുക്ക് വനിതകളുണ്ട്. നമ്മുടെ കോളേജിനകത്തേക്ക് തന്നെ നോക്കിയാൽ പ്രിൻസിപ്പൽ, അത് കൂടാതെ വൈസ് പ്രിൻസിപ്പൽ നമുക്കൊരു ലേഡിയാണ്. നമ്മുടെ 17 ഡിപ്പാർട്ട്മെന്റുകളിൽ 14ന്റെയും ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സ് ലേഡീസ് ആണ്. എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെയും വളരെ മനോഹരമായി അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതൊക്കെ എൻ്റെ കുട്ടികൾക്ക് ഒരു മാതൃകയാക്കാവുന്നതാണ്. നമുക്ക് എന്നും കണ്ടുപഠിക്കാൻ പറ്റിയ മാതൃകകളാണ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സ്. അവരൊക്കെ എത്രയോ ഭംഗിയായിട്ട് ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും ആ ഡിപ്പാർട്ട്മെന്റിലെ വിദ്യാർത്ഥിനികളുടെയും എല്ലാം കാര്യങ്ങൾ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നു. നിങ്ങൾക്ക് ഒത്തിരിയേറെ ഓപ്പർച്യൂണിറ്റീസ് അവർ മുമ്പിലേക്ക് കൊണ്ടുതരുന്നു. അതെല്ലാം ആ ഓരോ ഓപ്പർച്യൂണിറ്റിയും നിങ്ങളത് ഉപയോഗപ്പെടുത്തണം. അതിലൊന്നാണ് നമ്മുടെ ഈ വിമൻ സെല്ലിന്റെ ആക്ടിവിറ്റീസ്. ഇതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലുള്ള കരുത്ത് തിരിച്ചറിയാനും ആ കരുത്ത് നിങ്ങളുടെ ആ ശക്തി നിങ്ങളുടെ പ്രവൃത്തി മണ്ഡലത്തിലേക്ക് കൊണ്ടുവരുവാനും സാധിക്കട്ടെ. അങ്ങനെ വന്നു കഴിയുമ്പോൾ സമൂഹത്തിൽ ഒരു സ്ത്രീക്ക് ലഭിക്കേണ്ട ന്യായമായ അംഗീകാരവും ആദരവും നിങ്ങൾക്ക് ലഭിക്കാൻ, അതിനുള്ളൊരു ധൈര്യം നിങ്ങൾക്ക് ലഭിക്കാൻ ഈ വിമൻ സെല്ലിന്റെ പ്രവർത്തനങ്ങൾ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇതിന് മുൻകൈ എടുത്ത അതിന്റെ കോർഡിനേറ്റേഴ്സ്, വിമൻ സെൽ കോർഡിനേറ്റേഴ്സ്, നമുക്കറിയാം വിമൻ സെൽ എന്ന് പറയുന്നത് നമ്മുടെ കരിക്കുലത്തിൽ അവരുടെ ടീച്ചേഴ്സിന്റെ ഡ്യൂട്ടിയിൽ എഴുതി ചേർത്തിട്ടുള്ള കാര്യമല്ല. അതിനപ്പുറത്ത് നമ്മുടെ കുട്ടികൾക്ക് ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റി മുന്നിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി ഒരു എക്സ്ട്രാ എഫേർട്ട് എടുക്കുന്ന നമ്മുടെ ഈ 3 കോർഡിനേറ്റേഴ്സിനെയും ഏറ്റവും സ്നേഹത്തോടെ ഞാൻ നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട ബീന മാഡത്തിനോട് ഭാരതമാതാ കോളേജിന്റെ മുഴുവൻ സ്നേഹവും ആദരവും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഈ വർഷത്തെ എല്ലാ പ്രവർത്തനങ്ങൾക്കും, വിമൻ സെല്ലിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാ ആശംസകളും നേരുന്നു. നന്ദി. നന്ദി മാം, നന്ദി. ഒത്തിരി സന്തോഷം മാം. Now we are moving on to the main part of our function, the inauguration. ഇന്ന് ഈ ഫംഗ്ഷൻ ഓൺലൈനായി ഇനാഗുറേറ്റ് ചെയ്യാനായി നമ്മുടെ ബഹുമാനപ്പെട്ട ഉദ്ഘാടക ഡോക്ടർ എം ബീന IAS നമ്മുടെ കൂടെയുണ്ട്. Let me introduce her to you. Dr. M. Beena IAS. She assumed the charge as chairman of Port Trust on 4th October 2018. She's a medical doctor by her profession, but got into Indian administrative services in 1999. She served various of positions in state including assistant collector, sub-collector, director of various departments. She has also served as the district collector of Thrissur and Ernakulam. She was the managing director of KSIDC and CEO of Smart City Trivandrum prior to joining Cochin Port Trust. She was also the managing director to the Roads and Bridges Development Corporation, Vaitila. And recently, she received the first ever Ambassador of Knowledge Award instituted by IQA Asia. Ma'am, we are really honored to have you here. നമ്മുടെ ഷൈനി മാം പറഞ്ഞപ്പോൾ തന്നെ ആ ഊർജം കണ്ടാലറിയാം നമ്മുടെ ഉദ്ഘാടകയ്ക്ക് എത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന്. മാം ആദ്യം സംസാരിച്ചപ്പോൾ തന്നെ ആ ശബ്ദത്തിൽ നിന്ന് തന്നെ മനസ്സിലായി ഞങ്ങൾക്ക് നല്ലൊരു ശക്തമായ ഒരു സ്ത്രീ കഥാപാത്രമാണ് മാം. അത്ര നല്ലൊരു പേഴ്സണാലിറ്റി, പ്രത്യേകിച്ച് ഇന്നത്തെ ഈ ഒരു ദിവസത്തിൽ ഉദ്ഘാടകയായിട്ട് കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം. വളരെ ആദരവോടെ അഭിമാനത്തോടെ ഡോക്ടർ എം ബീന IPS അവരുകളെ ഇന്നത്തെ ഈ പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യാൻ വളരെ ബഹുമാനപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു മാം. മാം പ്ലീസ്. താങ്ക് യു ക്രിസ്റ്റീന, താങ്ക്സ് ഫോർ ദിസ് ലവ്ലി വേർഡ്സ്. ഇന്നത്തെ ഈ ചടങ്ങിന്റെ അധ്യക്ഷയായിട്ടുള്ള ഏറ്റവും ആദരണീയായ നിങ്ങളുടെ പ്രിൻസിപ്പൽ ഡോക്ടർ ഷൈനി, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ സുരേഖ, വിമൻ സെൽ കോർഡിനേറ്റേഴ്സ്, സ്വാഗതം ആശംസിച്ച ശ്രീമതി അനു, ഇന്നിവിടെ കൂടിയിരിക്കുന്ന ഏറ്റവും പ്രിയമുള്ള വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെ, അധ്യാപകരെ, ഏറ്റവും സന്തോഷകരമായ ഒരു ചടങ്ങായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് ഞാൻ പ്രിൻസിപ്പലിന്റെ സംസാരം കേട്ടപ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അവിടെ ഇവിടെയൊക്കെ പറയുന്ന വാക്കുകൾക്ക് ഇത്രയും, നമ്മൾ സാധാരണ ഒരു ചടങ്ങില് ഉദ്ഘാടനം ചെയ്യാനായിട്ട് പറയുന്ന വാക്കുകളാണ്. പക്ഷെ അത് കേൾക്കുന്നവരിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്താണ്?
എത്രയോ വർഷങ്ങൾ കഴിഞ്ഞ് ഈ പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട്. ഡോക്ടർ ഷൈനിയുടെ വാക്കുകൾ തന്നെ ഐ തിങ്ക് എനിക്കിനി അധികം ഒന്നും പറയേണ്ടി വരില്ല. ഇത്രയും നല്ലൊരു പ്രിൻസിപ്പൽ നിങ്ങൾക്ക് ഉണ്ട്. അപ്പൊ പിന്നെ വിമൻസ് സെല്ലിന് ഏറ്റവും നല്ല നേതൃത്വവും ഗൈഡൻസും കൊടുക്കാൻ നിങ്ങളുടെ പ്രിൻസിപ്പലിന് ആകും. ഏറ്റവും മനോഹരങ്ങളായ വാക്കുകളാണ് ഡോക്ടർ ഷൈനി ഇവിടെ പറഞ്ഞത്. വളരെയധികം സന്തോഷമുണ്ട് ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞാൽ. ഡോക്ടർ ഷൈനി പറഞ്ഞ കുറച്ച് പോയിന്റ്സിൽ നിന്ന് തന്നെ ഞാൻ ആരംഭിക്കാം. വളരെയധികം നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് നമ്മൾ നേട്ടങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത് അസത്യമാകും. കാരണം നമ്മൾ ആലോചിക്കേണ്ടത് ഇന്ന് കേരളത്തിന്റെ 14 ജില്ലകളിൽ 8 ജില്ലകളിൽ വനിതകളാണ് സാരഥ്യം വഹിക്കുന്നത്. പക്ഷെ ഈ കേരളത്തിലെ സ്ത്രീകൾ ഒരു കാലഘട്ടത്തിൽ മാറുമറയ്ക്കാൻ പോലും അവകാശമില്ലാതിരുന്ന സ്ത്രീകളാണ്. അപ്പൊ അവിടെ നിന്ന് നമ്മൾ ഇവിടെ വരെ എത്തിയിട്ടുണ്ട്. അപ്പൊ തീർച്ചയായും വലിയ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്. അത് ഭരണരംഗത്താകട്ടെ, വികേന്ദ്രീകൃത ആസൂത്രണ സ്ഥാപനങ്ങളിലാകട്ടെ, MLA-മാരാകട്ടെ, മന്ത്രിമാരാകട്ടെ. ഏറ്റവും നല്ലൊരു ഉദാഹരണം എന്ന് വെച്ചാൽ കോവിഡിന്റെ സമയത്ത് അന്ന് ഒരു അനാലിസിസ് നടന്നായിരുന്നു. കോവിഡിനെ ഏറ്റവും ഭംഗിയായി മാനേജ് ചെയ്തിട്ടുള്ള രാജ്യങ്ങൾ, അതിന്റെ ലിസ്റ്റ് എടുത്ത് നോക്കിയപ്പോൾ സ്ത്രീകൾ നേതൃ പദവിയിൽ ഉണ്ടായിരുന്ന ജർമ്മനി ആകട്ടെ, ഫിൻലൻഡ് ആകട്ടെ, ന്യൂസിലൻഡ് ആകട്ടെ, തായ്വാൻ ആകട്ടെ, ആൻഡ് ഓഫ് കോഴ്സ് നമ്മളുടെ സ്വന്തം ശൈലജ ടീച്ചർ ആവട്ടെ. അതായത് ഏറ്റവും കേപ്പബിളായി ഏറ്റവും ശക്തമായിട്ടുള്ള നേതൃത്വം കൊടുക്കാൻ സ്ത്രീ നേതാക്കൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നതാണ് അതിൽ നിന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. സ്പോർട്സിന്റെ ഒളിമ്പിക്സിന്റെ കാര്യം ഇവിടെ പറഞ്ഞു. നമ്മുടെ സയൻസിൽ ഏറ്റവും നല്ലൊരു ഇൻസിഡന്റ് ഈയിടെ ഉണ്ടായി. ജോ ബൈഡന്റെ ഒരു സംസാരം നമ്മളൊക്കെ ശ്രവിക്കുകയുണ്ടായി. അതായത് ഡോക്ടർ സ്വാതി മോഹൻ, ഇന്ത്യൻ ഒറിജിൻ ഉള്ള ഒരു സയന്റിസ്റ്റ് ആണ്. നാസയുടെ പെർസിവിയറൻസ് മിഷനിൽ ഏറ്റവും വലിയൊരു പങ്ക് വഹിച്ച ഡോക്ടർ സ്വാതി മോഹനെ അദ്ദേഹം കോംപ്ലിമെന്റ് ചെയ്യുന്ന നമ്മൾ കേട്ടു. അപ്പൊ എല്ലാ മേഖലകളിലും, അതിപ്പോ ഒരു പരിധിവരെ ആംഡ് ഫോഴ്സസ് മാത്രമായിരുന്നു സ്ത്രീകൾക്ക് ഒരു എൻട്രി കിട്ടാതിരുന്ന ഒരു ഏരിയ. ഇപ്പൊ ഇത് സുപ്രീം കോർട്ടിന്റെ ഡയറക്ഷൻസോടുകൂടി അവിടെയും സ്ത്രീകൾ എൻട്രി ചെയ്തിട്ടുണ്ട്. എൻട്രി ചെയ്യുക എന്ന് വെച്ചാൽ പേരിനുള്ള ഒരു എൻട്രി അല്ല, അവിടെ വ്യക്തിമുദ്ര പതിപ്പിക്കുവാൻ സ്ത്രീകളെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ഒരു വലിയ ഒരു ചേഞ്ച് ആണ്, അതിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഒരു കാര്യം കൂടെ നമ്മൾ ഓർക്കണം, ഇന്ന് ഈ പറഞ്ഞ പൊസിഷനിൽ നമ്മൾ എത്തിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്കൊക്കെ പഠിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, എനിക്ക് 12 മേജർ പോർട്സ് ആണ് ഇന്ത്യയിലുള്ളത്, അതിലെ ഏക വനിത ഞാനാണ്. പക്ഷെ ഒരു വനിത എന്ന നിലയ്ക്ക് ഈ മീറ്റിങ്ങുകൾ ഒരു വനിതയും കൂടി ഇരിക്കട്ടെ എന്ന രീതിയിലല്ല, മറിച്ച് അവിടെ ഏറ്റവും ഉയർന്ന ഏറ്റവും ശക്തമായ രീതിയിൽ എൻ്റെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുവാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ലീഡർഷിപ്പ് പൊസിഷൻസിലേക്ക് ഇന്ന് സ്ത്രീകൾക്ക് വരാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, അതിന് പുറകിൽ ഇതിനു വേണ്ടി പ്രയത്നിക്കുകയും ഇതിനു വേണ്ടി ഒരുപക്ഷെ എന്താ സമരം വരെ ചെയ്യാൻ വില്ലിങ്നെസ് ഉള്ള ഒരുപാട് പേര് നമ്മുടെ പുറകെ നടന്നിട്ടുണ്ട്. അവരുടെ എഫേർട്സിലൂടെയാണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു പൊസിഷനിലേക്ക് നമ്മുടെ സ്ത്രീകൾ വന്നിട്ടുള്ളത്. അപ്പൊ അതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത് ഇതൊരു ഫുൾ സ്റ്റോപ്പ് അല്ല. ഇപ്പൊ ശരി, ഓക്കെ, ഇത്രയും പെൺകുട്ടികൾ ഇന്ന് ഹയർ എഡ്യൂക്കേഷനിലുണ്ട്, ഇന്ന് ഇത്രയും സ്ത്രീകൾ ടീച്ചേഴ്സ് ആയിട്ടുണ്ട്, അതുകൊണ്ട് അവിടെ ഫുൾ സ്റ്റോപ്പ് ഇടുകയല്ല, മറിച്ച് കൂടുതൽ ഉയരങ്ങളിലേക്ക് കൂടുതൽ സ്ത്രീകളെ കൊണ്ടുവരാനുള്ള ഒരു നിരന്തരമായിട്ടുള്ള ഒരു പ്രയത്നം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. ഒളിവർ ട്വിസ്റ്റ്, ചാൾസ് ഡിക്കൻസിന്റെ ഒളിവർ ട്വിസ്റ്റ് പണ്ട് ഹി ആസ്ക്ഡ് ഫോർ മോർ, നിങ്ങൾ നോവൽ വായിച്ചിട്ടുള്ളവർക്ക് ഓർമ്മയുണ്ടാവും. ഒളിവർ ട്വിസ്റ്റ് കൂടുതൽ ചോദിച്ചപ്പോൾ ഒളിവർ ട്വിസ്റ്റ് കിട്ടിയത് പണിഷ്മെന്റ് ആണ്. പക്ഷെ നമ്മൾ നിരന്തരം വി ഷുഡ് ആസ്ക് ഫോർ മോർ, വി ഷുഡ് ആസ്ക് ഫോർ മോർ എംപവർമെന്റ്, വി ഷുഡ് ആസ്ക് ഫോർ മോർ പൊസിഷൻസ്. അപ്പൊ നിരന്തരമായിട്ട് നമ്മൾ കൂടുതൽ ഉയരങ്ങളിലേക്ക് നമ്മൾ പോവാൻ ശ്രമിക്കണം. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ഒരു വർക്കിംഗ് വിമനെ സംബന്ധിച്ചിടത്തോളം സത്യം പറഞ്ഞാൽ അവർക്കൊരു ട്വിൻ ബർഡൻ ആണുള്ളത്. ഒരു പക്ഷെ ഒരു വർക്കിംഗ് പുരുഷന് സ്വന്തം കാര്യം മാത്രം നോക്കിയാൽ മതി. പക്ഷെ ഒരു സ്ത്രീ എന്ന് പറയുമ്പോഴത്തേക്ക് വീട്ടിലെ കാര്യവും അതായത് ഒരു ഡബിൾ ബർഡൻ ആണ് വർക്കിംഗ് വിമൻ ഫേസ് ചെയ്യുന്നത്. പക്ഷെ അവിടെ വന്നുകൊണ്ട് നമ്മൾ എപ്പോഴും പറയും കരിയറിലൊക്കെ ഉള്ള ഒരു ഗ്ലാസ് സീലിംഗ്. പലപ്പോഴും നമ്മുടെ ഗവൺമെന്റ് സെക്ടറിലെ സ്ത്രീകൾ നമുക്കൊരു പർട്ടിക്കുലർ സീനിയോറിറ്റി എത്തുമ്പോൾ നമുക്ക് പ്രൊമോഷൻ ഓട്ടോമാറ്റിക്കലി കിട്ടും. പക്ഷെ അതിനപ്പുറത്തേക്ക് പ്രൈവറ്റ് സെക്ടറിൽ പലപ്പോഴും സ്ത്രീകൾക്ക് ഉയർന്നു വരാനായിട്ട് ബുദ്ധിമുട്ടുകൾ വരാറുണ്ട്. പക്ഷെ അവിടെയൊക്കെ ഒരു സോ കോൾ ഗ്ലാസ് സീലിംഗ് ഉണ്ട്. അവിടെ ഞാൻ പ്രൈവറ്റ് സെക്ടറിൽ, അതായത് ഷിപ്പിംഗ് മേഖല പൊതുവെ ഒരു ആണുങ്ങളുടെ മേഖലയാണ്.
പക്ഷെ ഞാനിപ്പോൾ കാണുന്നത് ഷിപ്പിംഗ് മേഖലയിൽ പോലും എത്രയോ വനിതാ സിഇഒമാർ, ആ വനിതാ സിഇഒമാര് വരുന്നു. ഞാൻ അവരോടൊക്കെ പറയുന്ന ഒരു കാര്യം ഇതാണ്, യു ഷുഡ് ബ്രേക്ക് ദ ഗ്ലാസ് സീലിംഗ്. ആദ്യം ഗ്ലാസ് സീലിംഗ് നമ്മൾ ബ്രേക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഉള്ളിലുള്ള ഗ്ലാസ് സീലിംഗ് ആണ്. പലപ്പോഴും നമ്മളുടെ ചിന്തകളും, നമ്മളെ പ്രിൻസിപ്പൽ സൂചിപ്പിച്ചു, നമ്മളെ കൊണ്ട് ഇത് സാധിക്കുമോ എന്ന് പറഞ്ഞ് നമ്മളെ സ്വയം എനിക്ക് ഇത്രയൊക്കെ മതി എന്ന് പറഞ്ഞ് നമ്മൾ സ്വയം ചുരുങ്ങുന്നു. അങ്ങനെ ചുരുങ്ങുന്നതിനപ്പുറത്തേക്ക് ഈ ലോകത്തിന് വേണ്ടി നമുക്ക് എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കും എന്ന് നിരന്തരമായി അന്വേഷണം ചെയ്യേണ്ടതിന്റെ ഒരു ആവശ്യകതയുണ്ട്. കാരണം ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയുടെ എക്കോണമി, അതായത് സ്റ്റഡീസ് പറയുന്നത് നമ്മുടെ സ്ത്രീകൾ കൂടി ആക്റ്റീവ്ലി ഇന്ത്യൻ എക്കോണമിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്ത് നമ്മുടെ GDP 30% വർദ്ധിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത്രയും സ്ത്രീകളെ നമുക്ക്, അതായത് വീടുകളിൽ തളച്ചിരിക്കുന്ന സ്ത്രീകളെ കൂടെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന് അവരെ നേഷൻ ബിൽഡിങ്ങിന് വേണ്ടി ഉപയോഗിക്കേണ്ട ഒരു ആവശ്യം ഉണ്ട്. അപ്പൊ ഇപ്പൊ ഒരുപാട് വർക്കിംഗ് വിമൻ ഉണ്ട്. അത് കൂടുതൽ സ്ത്രീകൾ കരിയർ ഓപ്ഷൻസിലേക്ക് വരണം. നിങ്ങളൊക്കെ പഠിക്കുന്ന കുട്ടികളാണ്. എഡ്യൂക്കേഷനിലൂടെ കൂടി ഫുൾ എക്കണോമിക് എംപവർമെന്റ് പലതരത്തിലുള്ള എംപവർമെന്റ് ഉണ്ട്. അതിൽ ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു എംപവർമെന്റ് ആണ് എക്കണോമിക് എംപവർമെന്റ്. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ എൻ്റെ അച്ഛനും അമ്മയെ, അതായത് എൻ്റെ അമ്മ വർക്കിംഗ് ആയിരുന്നു, എൻ്റെ ഗ്രാൻഡ് മദർ വർക്കിംഗ് അല്ലായിരുന്നു, പക്ഷെ ഷി വാസ് വെരി വെൽ എഡ്യൂക്കേറ്റഡ്. അപ്പൊ ഞാനൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് വലുതാവുമ്പോ എന്ത് ചെയ്യും? വലുതാവുമ്പോ എവിടെയെങ്കിലും ഒരു ജോലി സമ്പാദിക്കുക, അല്ലാതെ എന്താ പറയണ കല്യാണം കഴിച്ച് അതിലങ്ങ് ചുരുങ്ങുക എന്നൊരു കോൺസെപ്റ്റ് പോലും ഞങ്ങളൊന്നും ചിന്തിച്ചിട്ടില്ല. കാരണം ഞങ്ങളുടെ പാരന്റ്സ് ഒക്കെ ഞങ്ങളെ വളർത്തിയത് ഡിഗ്രി എടുക്കുക, ജോലി കിട്ടുക, എന്നിട്ട് കല്യാണം. നേരത്തെ പ്രിൻസിപ്പൽ സൂചിപ്പിച്ച ഒരു വളരെ ദുഃഖകരമായ ചില വാർത്തകളിലൂടെയാണ് കേരളം ഇന്ന് കടന്നു പോകുന്നത്. അത് അവിടെ പ്രത്യേകിച്ച് പറയേണ്ടത്, ഈ സംഭവങ്ങൾ നടക്കുന്നത് തീരെ അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കുട്ടികളിലല്ല, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തിയുള്ള ചില കുട്ടികളാണ് ഇത്തരം ദുരന്തങ്ങളിലൂടെ പോകുന്നത്. അപ്പൊ അവിടെ എനിക്ക് തോന്നുന്നത് വിമൻ സെൽ എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ ഇതിനെ കാണാം. വിമൻ സെൽ, വാട്ട് ഇറ്റ് ആഡ്സ് ടു ഈച്ച് വൺ ഓഫ് യു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് ആർട്ടിക്കുലേറ്റ് ചെയ്യാനും ചർച്ച ചെയ്യുവാനും നിങ്ങളുടെ പേഴ്സണൽ ഡെവലപ്മെന്റ് ഇതൊരു വളരെ യൂസ്ഫുൾ ടൂളാണ്. പക്ഷെ അതിനും അപ്പുറത്തേക്ക് ഒരു വലിയ ഒരു ടാസ്ക് നിങ്ങൾക്കുള്ളത്, നിങ്ങൾക്ക് ഈ ഒരു ചർച്ചകളിലൂടെ, ഈ സംവാദങ്ങളിലൂടെ സമൂഹത്തിൽ മാറ്റം വരുത്താനായിട്ടുള്ള ഒരു തുടക്കം നിങ്ങളിൽ നിന്ന് സാധിക്കും. കാരണം ഒരുപാട് പേര് ഒരു കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അപ്പോഴാണ് അത് വാർത്തയാവുന്നത്. ഈ അടുത്ത കാലത്ത് ഒരുപാട് പുതിയ മൂവീസ് ഇറങ്ങുന്നുണ്ട്. അപ്പൊ മൂവീസ് ഇറങ്ങുമ്പോൾ അതിലൊക്കെ തന്നെ സ്ത്രീകളെ വളരെ പവർഫുൾ ആയിട്ട് പോർട്രേ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിലൂടെയൊക്കെ വരുന്നത് ഒരു കോൺവെർസേഷൻ വരുന്നു, ഒരു ഡയലോഗ് തുടങ്ങുകയാണ്. അപ്പൊ അത്തരത്തിലുള്ള വഴികളിൽ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഒന്ന് രണ്ട് പ്രശ്നങ്ങൾ കൂടി ഞാൻ ഡിസ്കസ് ചെയ്യാണ്. കാരണം നിങ്ങളൊക്കെ ഒരു പക്ഷേ വിവാഹത്തെ കുറിച്ചൊക്കെ ആലോചിക്കുന്ന ഒരു പ്രായം, ഒരു വിതിൻ കപ്പിൾ ഓഫ് ഇയേഴ്സ് നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിക്കുന്ന ഒരു പ്രായമുണ്ട്. ഡൗറി പ്രൊഹിബിറ്റ് ചെയ്തുകൊണ്ട് നിയമങ്ങൾ ഇഷ്ടംപോലെ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷെ എന്നിട്ടും ഇവിടെ ഒരു പ്രശ്നവും ഇല്ലാണ്ട് ഡൗറി നടക്കുന്നു എന്ന് മാത്രമല്ല, കൂടുതൽ എഡ്യൂക്കേഷൻ നിങ്ങൾക്ക് കിട്ടിപ്പോയോ കൂടുതലായിരിക്കും ഡൗറിയുടെ ഡിമാൻഡ്. അപ്പൊ അത്തരത്തിലുള്ള, എനിക്ക് കോൺഫിഡന്റ് ആയിട്ട് പറയാം, ഞാൻ ഡൗറി കൊടുത്തിട്ടില്ല, എൻ്റെ അമ്മ ഡൗറി കൊടുത്തിട്ടില്ല, എൻ്റെ മക്കൾക്കൊട്ട് കൊടുക്കാൻ എൻ്റെ മകൾക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് എനിക്ക് മുഴുവൻ ശക്തിയോടും ആർജവത്തോടും കൂടി പറയാൻ എനിക്ക് സാധിക്കും. പക്ഷെ ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് അത് സാധിക്കും? അപ്പൊ ഞാൻ പറയുന്നത്, നിങ്ങൾ പെൺകുട്ടികൾ, നിങ്ങളൊരു തീരുമാനം എടുക്കണം. നിങ്ങൾ അഭ്യസ്തവിദ്യരാണ്, സ്വന്തം കാലിൽ നിൽക്കാൻ കെൽപ്പുള്ളവരാണ്. യു ഷാൽ നോട്ട് ഗിവ് ഡൗറി. അതുപോലെ ഇവിടെ മെയിൽ സ്റ്റുഡൻസ് ഉണ്ടോന്ന് അറിയില്ല, ഉണ്ടെങ്കിൽ they should also take a decision that they will not take dowry. കാരണം ഇതൊക്കെ എന്താ പറയുക, ഒരു വെസ്റ്റേൺ സൊസൈറ്റിയിലേക്ക് ഇതൊക്കെ കേട്ടാൽ അവർ തലയിൽ കൈവച്ചിരിക്കും. കാരണം അത്രയും പ്രാകൃതമായിട്ടുള്ള ആചാരങ്ങളാണത്. അപ്പൊ നമ്മൾ 21ാം നൂറ്റാണ്ട് 5 ട്രില്യൺ എക്കോണമി എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോഴും സാമൂഹികമായിട്ട് നിങ്ങൾ അവിടെ നിൽക്കുന്നു. അപ്പൊ ഞാൻ ഇതിനകത്ത് മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇന്ത്യയിൽ നിയമങ്ങളുടെ അഭാവമല്ല, ഇന്ത്യയിൽ വിദ്യാഭ്യാസത്തിന്റെ മാത്രം ഇഷ്യൂ അല്ല, ഇന്ത്യയിൽ കരിയർ ഡെവലപ്മെന്റ് മാത്രമല്ല, ഇപ്പോഴും മാറ്റം വരാത്തത് നമ്മളുടെ കുടുംബങ്ങളിലും നമ്മുടെ സമൂഹത്തിലുമാണ്. അവിടെയാണ് ഞാൻ പറഞ്ഞ ഒരു സർട്ടൻ സ്റ്റേജ് ഇൻ വിമൻസ് എംപവർമെന്റ്
നമ്മൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. അതായത് ഒരു സമയത്ത് സ്ത്രീകൾക്ക് പഠിക്കാനോ ജോലി ചെയ്യാനോ കഴിവില്ലാതിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് കംപ്ലീറ്റ്ലി മാറിക്കഴിഞ്ഞു. ഇപ്പൊ നേരത്തെ പ്രിൻസിപ്പൽ സൂചിപ്പിച്ചതുപോലെ പല മേഖലകളിൽ സ്ത്രീകൾ കൂടുതലാണ്, ആണുങ്ങളെക്കാൾ കൂടുതലാണ് ഇൻ നമ്പേഴ്സ്. പക്ഷേ ഇനി മാറ്റം വരുത്തേണ്ടത് നമ്മുടെ കുടുംബങ്ങളിലാണ്. നമ്മുടെ കുടുംബത്തിൽ പെൺകുട്ടി ഇന്നത് ചെയ്യണം, ആൺകുട്ടി ഇന്നത് ചെയ്യണം. അത് കുടുംബത്തിലൊന്നല്ല, ഒരു കുഞ്ഞ് ജനിച്ച് വീഴുമ്പോ തന്നെ നമ്മൾ പറയാണ്, ആൺകുട്ടിയാണെങ്കിൽ അതിന് നീല ഉടുപ്പ് വാങ്ങിച്ചു കൊടുക്കുക, പെൺകുട്ടിയാണെങ്കിൽ പിങ്ക് ഉടുപ്പ് വാങ്ങിച്ചു കൊടുക്കുക. ഈ ഒരു ജനിച്ചു വീഴുന്ന കുഞ്ഞിന് എന്താണ് നിറന്നറിയാത്ത ഒരു കുട്ടിയുടെ പുറത്ത് നമ്മൾ ഇത് അടിച്ചേൽപ്പിക്കുകയാണ്. ഈ ഒരു ജെൻഡർ ഐഡന്റിറ്റി നമ്മൾ അടിച്ചേൽപ്പിക്കുകയാണ്. അവിടെ തൊട്ട് അങ്ങോട്ട് നമ്മളിങ്ങനെ കേൾക്കുകയാണ്, പെൺകുട്ടികൾ ചിരിക്കാൻ പാടില്ല, പെൺകുട്ടികൾ കാല് ഇങ്ങനെ വെക്കാൻ പാടില്ല, അങ്ങനെ വെക്കാൻ പാടില്ല, പെൺകുട്ടികൾ ഫുട്ബോൾ കളിക്കാൻ പാടില്ല, വലിയ കളികളിൽ. സോ അത്തരത്തിലുള്ള ഒരു സോഷ്യൽ കണ്ടീഷനിങ്ങിലൂടെയാണ് നമ്മുടെ പെൺകുട്ടികൾ വളരുന്നത്. ഇപ്പൊ എവിടെയെങ്കിലും അത് ബ്രേക്ക് ചെയ്യണം. എനിക്ക് കിട്ടിയൊരു വലിയൊരു അഡ്വാൻറ്റേജ്, ഞങ്ങളുടെ വീട്ടില് ഞങ്ങൾ 2 സിസ്റ്റേഴ്സ് ആയിരുന്നു. ഒരു പക്ഷെ ഒരു ആൺകുട്ടി ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ തമ്മിലൊരു വ്യത്യാസം ഞങ്ങൾ അറിഞ്ഞേനെ, ആണും പെണ്ണും തമ്മിലൊരു വ്യത്യാസം അറിഞ്ഞേനെ. ഞങ്ങളുടെ ഇവിടെ 2 പെൺകുട്ടികളായതുകൊണ്ടും അച്ഛനും അമ്മയും വളരെ ലിബറൽ ആയിരുന്നു. കുട്ടികൾക്ക് എന്ത് വേണോ. അപ്പൊ ഞാൻ പണ്ട് ഐ വാസ് എ ഗേൾ ഗൈഡ്, ഐ വാസ് എ പ്രസിഡന്റ്സ് ഗൈഡ്, ഐ വാസ് ഇൻ ദ സ്കൂൾ ബാൻഡ്. ഇല്ലാത്ത പരിപാടിയല്ല. അപ്പൊ അത്രയും ഫ്രീഡം തന്നാണ് ഞങ്ങളൊക്കെ വളർന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്കൊരിക്കലും ഞാനൊരു പെണ്ണായതുകൊണ്ട് എനിക്കിത് ചെയ്യാൻ പാടില്ലെന്നോ ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റില്ലെന്നോ എന്നൊരു ചിന്ത പോലും എന്റെ തലയിലേക്ക് വരുന്നില്ല. അപ്പൊ അങ്ങനത്തെ രീതിയിൽ വേണം നിങ്ങൾ വളരുവാൻ, നാളെ നിങ്ങളുടെ മക്കളെ വളർത്തുവാൻ. പിന്നെ ഒരു കോൺസെപ്റ്റാണ് മാരേജ്. ഈ ഡൗറി എന്ന് പറയുമ്പോൾ, ഡൗറി എന്നൊരു വലിയ സാമൂഹിക തിന്മ വരുമ്പോൾ അതുമായിട്ട് വളരെ ക്ലോസ്ലി ലിങ്ക്ഡ് ആണ് മാരേജ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മളുടെ ജീവിതത്തിൽ ഈ പാരന്റ്സ് ജനിക്കുമ്പോ തൊട്ട് പറയാം, ഇനി ഇവളെ വലുതാവുമ്പോ കെട്ടിച്ചയക്കണം, അതിനു വേണ്ടി പൈസ സ്വരൂപിക്കണം, ഇനി നമ്മൾ ഓവർ സ്പെൻഡ് ചെയ്യരുത് കാരണം പൈസ വേണം. അതായത് പെൺകുട്ടിയെ കെട്ടിച്ചയക്കുക അല്ലെങ്കിൽ മാരേജിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നൊരു ഇറ്റ് ഹസ് ബിക്കം എ ബിഗ് വെഡിങ് ഇൻഡസ്ട്രി. ഇതിൽ നിന്ന് ഒരുപാട് പേര് എന്താ പറയുന്ന, ഒരു കല്യാണം എന്ന് വെച്ചാൽ അതിന് പ്രീ വെഡിങ് ഉണ്ട്, വെഡിങ് ഉണ്ട്, റിസപ്ഷൻ ഉണ്ട്, വീട് കാണലുണ്ട്, അടുക്കള കാണലുണ്ട്, കുഞ്ഞിനെ കാണലുണ്ട്. ഇതിലെല്ലായിടത്തും ചെലവുകളാണ്. ആ ചെലവുകളെല്ലാം തന്നെ സ്ത്രീകളുടെ ഫാമിലിയാണ് ബെയർ ചെയ്യുന്നത്. അപ്പൊ ഇതെല്ലാം നമ്മൾ മാറ്റേണ്ടിയിരിക്കുന്നു. നമ്മൾ എന്തുകൊണ്ട് വൈ കാൺ വി തിങ്ക് ഓഫ് സ്മോളർ മാരേജസ്? 1000 പേര് 2000 പേര്. താങ്ക്സ് ടു കോവിഡ് ഇപ്പൊ അത് ഇത്തിരി കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ പോസ്റ്റ് കോവിഡ് നമ്മൾ തിരിച്ചതിലേക്ക് പോകരുത്. നമ്മൾ ചെറിയ രീതിയിലുള്ള വളരെ അടുപ്പമുള്ള ആൾക്കാർ, പലപ്പോഴും ഈ സ്വർണത്തിനൊക്കെ വേണ്ടി ആസക്തി വരുന്നത് എന്താണ്, ഇത്രയും പേര് വരുന്നല്ലേ, ഇത്രയും ആൾക്കാർ വരുന്നല്ലേ, അവരെ മുന്നിൽ 1-2 ചെയിനിട്ട് നിന്നാൽ പ്രശ്നമാവില്ല എന്നൊരു ചിന്തയാണ്. നമ്മൾ സ്മോളർ മാരേജസ്, ചെലവ് കുറഞ്ഞ മാരേജസ്. ഒരുപക്ഷെ ഈഷ അംബാനിയുടെ കല്യാണത്തിന് ഞാൻ ശ്രദ്ധിക്കായിരുന്നു, 744 കോടിയാണ് മുകേഷ് അംബാനി ചെലവഴിച്ചത്. മുകേഷ് അംബാനിക്ക് ചെയ്യാം, മുകേഷ് അംബാനിയുടെ അടുത്ത് പൈസയുണ്ട്. പക്ഷെ ഇവിടെയുള്ള സാധാരണ ആൾക്കാര് അവർ കടമെടുത്തിട്ടും അല്ലെങ്കിൽ അവരുടെ ഒരാളുടെ ജീവിതത്തിന്റെ അക്യുമുലേറ്റഡ് വെൽത്ത്, ഒരു സ്റ്റഡി പറഞ്ഞാണ്, ഒരു സാധാരണ ഇന്ത്യൻ ഫാമിലിയുടെ അക്യുമുലേറ്റഡ് വെൽത്തിന്റെ 20% അവര് ഇത് ഏറ്റവും കുറഞ്ഞൊരു എസ്റ്റിമേറ്റ് ആണ്. അപ്പൊ 1-2 പെൺമക്കൾ ഉണ്ടെങ്കിൽ ആനുപാതികമായിട്ട് കൂടും. ഒരു പെൺകുട്ടിയുടെ കല്യാണത്തിന് 20% ഓഫ് ടോട്ടൽ ലൈഫ് ഏർണിങ്സ് നമ്മൾ സ്പെൻഡ് ചെയ്യണം. ഇസ് ഇറ്റ് ആക്ച്വലി വർത്ത് ഇറ്റ്? പലപ്പോഴും സ്ത്രീകൾക്ക് ഇത് കഴിഞ്ഞിട്ട് ഒരു എക്സ്പ്ലോയിറ്റേറ്റീവ് അല്ലെങ്കിൽ ഒരു അബ്യൂസീവ് റിലേഷൻഷിപ്പിൽ വന്നിട്ട് അവർക്ക് അതിലേക്ക് തിരിച്ച് പോകുമ്പോൾ അവരുടെ മനസ്സിൽ ഇതാണ്, എൻ്റെ അച്ഛനും അമ്മ ഇത്രയും പൈസ സ്പെൻഡ് ചെയ്തിട്ടാണ് കല്യാണം നടത്തിയത്, ഇത് ബ്രേക്ക് ആയാൽ അവർക്ക് വലിയൊരു ലോസ് ആവും അല്ലെങ്കിൽ ആഘാതമാവും എന്ന് പറഞ്ഞ് പലപ്പോഴും അബ്യൂസീവ് റിലേഷൻസിൽ പെൺകുട്ടികൾ നിൽക്കാനുള്ള ഒരു കാര്യം ഈ പറഞ്ഞ ഇത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു മാരേജും അതോടൊപ്പം തന്നെ ഒരു സോഷ്യൽ സ്റ്റിഗ്മ, ഇതൊക്കെ നമ്മൾ മാറ്റിയെടുക്കണം. ഒരു ഡിവോഴ്സി ലേഡിയെ നമ്മൾ അവർ ഡിവോഴ്സ് ചെയ്യാണ്, അല്ലെങ്കിൽ അവർ സിംഗിൾ ആണ്, അവർ അൺമാരീഡ് ആണ്, ഓൾ ദീസ് സ്റ്റിഗ്മ, ഇതിനൊക്കെ ഒരു പരിധിവരെ നമ്മളും ഉത്തരവാദികളാണ്. കാരണം നമ്മുടെ ഒരു ലോക്കൽ നമ്മൾ ഫ്രണ്ട്സിനോടൊക്കെ പറയുമ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതെല്ലാം നമ്മൾ മാറ്റേണ്ടിയിരിക്കുന്നു. വി ഷുഡ് സ്റ്റോപ്പ് ജഡ്ജിങ് അതേഴ്സ്. ഈ പറഞ്ഞ അവരുടെ മാരിറ്റൽ സ്റ്റേറ്റസ് ഇതെല്ലാം പറഞ്ഞ് നമ്മൾ ജഡ്ജ് ചെയ്യുന്നതിനൊരു പ്രവണത പലപ്പോഴും നമുക്ക് തന്നെയുണ്ട്. ഈ സ്ത്രീകളുടെ പകുതി പ്രശ്നങ്ങൾ മറ്റു സ്ത്രീകളാണെന്ന് പറയുമല്ലോ. അപ്പോൾ ഒരു അബ്യൂസീവ് ആയിട്ടുള്ള ഒരു ഹസ്ബൻഡ്, അവിടെ ഒരു അമ്മായിയമ്മ ഉണ്ടായിരുന്നു, ആ അമ്മായിയമ്മയ്ക്ക് വേണമെങ്കിൽ ഇത് കണ്ട് കറക്റ്റ് ചെയ്യാമായിരുന്നു, പക്ഷെ അത് ചെയ്തിട്ടില്ല. അപ്പൊ സ്ത്രീകൾക്ക് സ്വയം പല കാര്യങ്ങളും നിലപാടെടുക്കുകയും അതോടൊപ്പം തന്നെ മ്യൂച്വലി സപ്പോർട്ട് ചെയ്യുകയും ചെയ്യേണ്ട ഒരു വലിയ ഉത്തരവാദിത്വം സ്ത്രീകൾക്കുണ്ട്. അപ്പൊ അത് ഞാൻ പറഞ്ഞ കോളേജുകളിലാണ്
നിങ്ങളുടെ ഇത്തരത്തിലുള്ള ഐഡിയാസും ഒക്കെ നിങ്ങൾ നാളത്തേക്ക് വേണ്ടി നിങ്ങൾ ചിന്തിക്കുന്നു. അപ്പൊ ഇത്തരം വിഷയങ്ങളെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ ശക്തമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുക, ശക്തമായിട്ടുള്ള ഒരു അഭിപ്രായങ്ങൾ എടുക്കുക. പിന്നെ ഈയിടെ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ഒരു മൂവി വന്നു, സാറാസ് എന്ന് പറഞ്ഞാൽ. അതിനെപ്പറ്റി അബോർഷനെ പറ്റി ശരി തെറ്റുകൾ എന്നൊക്കെ ഒരുപാട് ചിന്തകൾ വന്നിട്ടുണ്ട്. പക്ഷെ അതിന് അപ്പുറത്തേക്കൊരു ഇതുണ്ട്. ഒരു സ്ത്രീക്ക് ഇറ്റ്സ് ഇറ്റ് നോട്ട് ഹെർ ചോയ്സ്. ഒരു സ്ത്രീയുടെ ചോയ്സ് അല്ലേ ഒരു വെദർ ഷീ ഷുഡ് ബിക്കം എ കരിയർ വുമൺ ഓർ വെദർ ഷീ ഷുഡ് ബിക്കം എ മദർ. കാരണം മദർഹുഡ് എന്നത് വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇപ്പൊ വെസ്റ്റേൺ സൊസൈറ്റിയിലൊക്കെ എപ്പോഴും പറയുന്ന ഒരു കാര്യം, നമ്മൾ ഏതൊരു ക്രിമിനലിനെ എടുത്തു നോക്കുക, ഏതൊരു ഡീവിയൻ ബിഹേവിയർ എടുത്തു നോക്കുക, അവിടെ എല്ലാം അസംതൃപ്തമായ അല്ലെങ്കിൽ അൺഹാപ്പി ആയിട്ടുള്ള ഒരു ചൈൽഡ്ഹുഡ് അയാളുടെ പിറകിലുണ്ട്. അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് പാരന്റിങ്. പക്ഷെ അതിനോട്ട് നമ്മളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊന്നും നമ്മളെ ട്രെയിൻ ചെയ്യുന്നില്ല, അത് വേറെ കാര്യം. പക്ഷെ അവിടെയൊക്കെ തന്നെ ഇതെല്ലാം ഞാൻ പറഞ്ഞ പുതിയ കോൺസെപ്റ്റുകളാണ്. ഒരുപക്ഷെ 20 വർഷം മുമ്പ് ഞാൻ കല്യാണം കഴിച്ചപ്പോൾ ഓട്ടോമാറ്റിക്കലി വളരെ എളുപ്പത്തിൽ കുട്ടികളൊക്കെ ഉണ്ടായി. അന്നൊന്നും ഇങ്ങനൊരു ചിന്ത പോലും വന്നില്ല. പക്ഷെ ഇപ്പോഴത്തെ കാലഘട്ടത്ത് ഈ പുതിയ ചിന്തകൾ വരുമ്പോൾ ഞാൻ പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ അമ്മ എങ്ങനെ ചിന്തിച്ചിരുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മൂമ്മ എങ്ങനെ ചിന്തിച്ചിരുന്നു എന്നതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് ഇന്നത്തെ സമൂഹത്തിൽ എന്താണ് ശരിയെന്ന് തോന്നുന്നത്, ആ ശരി നിങ്ങൾ കണ്ടെത്തുകയും ആ ശരിക്ക് വേണ്ടി വാദിക്കുകയും ചെയ്യണം. കാരണം നമുക്ക് ഇനിയും മുന്നോട്ട് പോകാനുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്തവണത്തെ വിമൻസ് ഡേ കഴിഞ്ഞിട്ട് ഒരുപാട് മാസങ്ങളായി, എന്നിട്ടാൽ പോലും വിമൻസ് ഡേയുടെ ഒരു തീം എന്ന് വെച്ചാൽ ചൂസ് ടു ചലഞ്ച്. അതായത് നമ്മൾ ശരിയെന്ന് അല്ലെങ്കിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്തിരുന്ന പല കാര്യങ്ങളും അത് ശരിയല്ലാത്തതുണ്ട്. സ്ത്രീകളെ പൊക്കാനായിട്ട് പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ബിഹൈൻഡ് എവറി സക്സസ്ഫുൾ മാൻ ദർ ഇസ് എ വുമൺ. ഞാൻ പറയുന്നത് നമ്മൾ ഒരിക്കലും ഇത് അംഗീകരിച്ചു കൊടുക്കരുത്. വൈ ഷുഡ് ബി ബിഹൈൻഡ് ദ മാൻ? A woman should be beside the man. അല്ല, ഇപ്പൊ മുന്നിലായാലും എനിക്ക് വിരോധമില്ല, പക്ഷെ ഒരിക്കലും പുറകിൽ നിൽക്കേണ്ട അല്ലെങ്കിൽ പുറകിൽ നിന്ന് പുരുഷന് വേണ്ടി സപ്പോർട്ട് കൊടുക്കേണ്ട ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ഉപകരണമാകരുത് സ്ത്രീ. അതുപോലെ തന്നെ പലപ്പോഴും നമ്മൾ കാണാറുണ്ട് ഈ മാതൃത്വത്തെയും എല്ലാം ചെയ്യുന്ന അമ്മമാരെയൊക്കെ നമ്മൾ ഓവറായിട്ട് എന്താ പറയുന്നത്, ദൈവീകമാണ്, അതാണ് അമ്മയെ നമ്മൾ ബഹുമാനിക്കണം, അമ്മ എന്ന് വെച്ചാൽ നമുക്ക് വേണ്ടി ഉറങ്ങാറില്ല, നമുക്ക് വേണ്ടി ഭക്ഷണം മാറ്റി വെക്കുന്നു. ഇത്തരത്തിലുള്ള ഇതെല്ലാം ചതിക്കുഴികളിലൂടെയാണ്. പ്രിൻസിപ്പൽ അതിനെ കുറിച്ച് സൂചിപ്പിച്ചു. ഏറ്റവും അവസാനം കഴിക്കേണ്ട വ്യക്തിയല്ല വീട്ടിലെ സ്ത്രീ, ആ വീട്ടിലെ മറ്റൊരു അംഗത്തെ പോലുള്ള മറ്റെല്ലാവരെയും പോലുള്ള ഒരു അംഗമാണ്. സ്വന്തമായിട്ട് അഭിപ്രായങ്ങളും സ്വന്തമായിട്ട് ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ടാവണം. എല്ലാം ഓൾ സാക്രിഫൈസിങ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ സമൂഹം, പ്രത്യേകിച്ച് പുരുഷ കേന്ദ്രീകൃതമായ സമൂഹം നമുക്ക് നമ്മുടെ പുറത്ത് അടിച്ചേൽപ്പിക്കുന്ന ചില എന്താ പറയുന്ന ഗ്ലോറിഫിക്കേഷൻസ് ആണ്. ഇതിൽ നിന്നൊക്കെ നമ്മൾ മാറണം. അതുപോലെ തന്നെ നമ്മുടെ ബോഡി ഇമേജ് ഇപ്പോൾ പെൺകുട്ടികൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ഇഷ്യൂ ആണ് ബോഡി ഷെയ്മിങ്. അതൊരു പക്ഷേ നിറത്തിന്റെ പുറത്താകാം, അല്ലെങ്കിൽ ബോഡി ഷേപ്പിന്റെ പുറത്താകാം, അല്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സിങ്ങിനെ കുറിച്ചാകാം. ഇതൊക്കെ വളരെ എന്താ പറയുന്ന, അതിൽ ഒരു വലിയ പരിധി വരെ പിയേഴ്സിനാണ്, അതായത് കൂടെ പഠിക്കുന്ന കുട്ടികളാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ അത് ആ വ്യക്തിയിൽ ഉണ്ടാക്കുന്ന മെന്റൽ ടോർച്ചർ, അത് ആ വ്യക്തിയുടെ ഡെവലപ്മെന്റിനെ ഒരുപാട്, ഇപ്പൊ ഡിപ്രഷൻ കേസുകളൊക്കെ വരുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ആ ബോഡി ഇമേജ്, അത് ആരാണ് പറഞ്ഞിട്ടുള്ളത് ഇത്തരത്തിലുള്ള ഒരു ബോഡി ഇമേജ് മാത്രമാണ് ശരി? അതായത് ഒരു സ്ത്രീ എന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഒരു പെൺകുട്ടി എന്ന് വെച്ചാൽ ആ പെൺകുട്ടിയുടെ സൗന്ദര്യത്തിന് ഇത്ര ഇഞ്ച്, ഇത്ര ഹൈറ്റ് വേണം, ഇത്ര വെയിറ്റ് പാടുള്ളൂ, ഇത്രയും നിറം വേണം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് ഇത് ഏതോ കോസ്മെറ്റിക് ഇൻഡസ്ട്രി പറയുന്നതാണ്. നമ്മൾ ഇതിലെല്ലാം വന്ന് ചാടി നമ്മൾ ഈ പറഞ്ഞ എല്ലാ എന്താ പറയുന്ന ജെൻഡർ ഡെഫിനിഷൻസിലും ഒതുങ്ങിക്കൂടാൻ നോക്കുകയും, അതുപോലെ തന്നെ നിങ്ങൾ അടുത്ത സ്റ്റേജിൽ വർക്കിംഗ് വുമൺ ആകുമ്പോൾ എവറിബഡി വാണ്ട്സ് ടു ബി എ സൂപ്പർ മോം. നമ്മുടെ വീട് വളരെ നന്നായിട്ട് നമ്മൾ മാനേജ് ചെയ്യണം, നമ്മുടെ കുട്ടികളെ നന്നായിട്ട് വളർത്തണം, നമ്മുടെ ജോലിയിൽ പെർഫെക്റ്റ് ആവണം. അപ്പൊ ഇത്തരത്തിലുള്ള പെർഫെക്ഷൻസിന്റെ പുറകെ പോയി നമ്മുടെ ജീവിതം നമ്മൾ നശിപ്പിക്കരുത്. നമ്മളെല്ലാം മനുഷ്യരാണ്, മനുഷ്യരുടേതായിട്ടുള്ള പരിമിതികൾ നമുക്കുണ്ട്. പക്ഷെ ആ പരിമിതികൾക്ക് ഇരുന്നു കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ചെയ്യും, എങ്ങനെ സക്സീഡ് ചെയ്യാൻ സാധിക്കും, അത്തരത്തിലുള്ള അന്വേഷണങ്ങൾക്കും അത്തരത്തിലുള്ള ചർച്ചകൾക്കും ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുപോയി. ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷെ ഐ തിങ്ക് യു ഹാവ് ഗോട്ട് ദി മെസ്സേജ് ദാറ്റ് സോ കോൾ കേരളമാവട്ടെ ഇന്ത്യ ആവട്ടെ, ഒരു ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഉണ്ടോയെന്ന് ചോദിച്ചാൽ അറ്റ്ലീസ്റ്റ് ഞങ്ങളുടെ ഒന്നും തലമുറയിൽ ഞങ്ങളത് അറിഞ്ഞിട്ടില്ല. ഒരു പെൺകുട്ടി ആയതുകൊണ്ട് നീ പഠിക്കാൻ പോകണ്ടെന്നോ, നീ അല്ലെങ്കിൽ ഇന്ന ജോലിക്ക് പോകണ്ടെന്നോ ഒന്നും ഒരിക്കലും എൻ്റെ പാരൻസോ ആരും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇപ്പോഴും നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു കാര്യം ജെൻഡർ സെഗ്രിഗേഷൻ,
ചില ജോലികൾ സ്ത്രീകൾക്ക് നല്ലത്, ചിലത് നല്ലതല്ല. സ്ത്രീകളായ ചില തരത്തിലുള്ള ഒരു ബിഹേവിയർ പാറ്റേൺസ് ഉണ്ടാവണം, അല്ലെങ്കിൽ അത് സ്ത്രീത്വത്തിന് അഗൻസ്റ്റ് ആണ്. അപ്പൊ അത്തരത്തിലുള്ള ആ ജെൻഡർ സെഗ്രിഗേഷൻ അതെല്ലാം മാറ്റി ഏതെങ്കിലും ഒരു കാലത്ത് കോളേജുകൾ വിമൻസ് സെൽ ആവശ്യമില്ലാത്ത ഒരു നല്ല നാളെ ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഇന്ന് ഭാരത് മാതാ കോളേജിന്റെ ഏറ്റവും സശക്തമായ, ഏറ്റവും നല്ല അഭിപ്രായങ്ങളും പുതിയ ആശയങ്ങളും വരുന്ന ഒരു വിമൻസ് സെൽ ഇന്നിവിടെ ഉണ്ടാകട്ടെ. അതിന്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ വരട്ടെ. നമ്മുടെ സ്ത്രീകളെ, നമ്മുടെ പെൺകുട്ടികളെ, നമ്മുടെ സഹോദരിമാരെ കൂടുതൽ വിജയത്തിലേക്ക്, കൂടുതൽ ഉയരങ്ങളിലേക്ക് ഗൈഡ് ചെയ്യാൻ ഈ വിമൻസ് സെല്ലിന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരെയും അനുവാദത്തോടു കൂടി വിമൻസ് സെല്ലിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച് മാം. ഇത്രയും ഇൻസ്പയറിംഗ് ആയിട്ട് ശരിക്കും മാമിനെ ആദ്യം ആ സംസാരിച്ചത് മുതൽ എന്തോ നമ്മൾ ഈ റൂമൊക്കെ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കാന്ന് പറയില്ലേ, അത് ശരിക്കും പ്രത്യേകിച്ച് മാമിന്റെ സംസാരം ശരിക്കും മാമിന്റെ ഫാൻ ആയിട്ടോ. കാരണം ആ ഒരു ഫീലായിരുന്നു നമുക്ക് കിട്ടിയത്. കാരണം ഗേൾസ് ആയിട്ടുള്ള നമുക്ക് അത് ഇങ്ങനെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന പല കാര്യങ്ങളും ഇങ്ങനെ തുറന്നു പറഞ്ഞപ്പോ സംതിങ് ഫയർ ഉള്ളിൽ കയറി. അത് ഉറപ്പായിട്ടും എന്തെങ്കിലുമൊക്കെ ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഫീല് ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. താങ്ക് യു വെരി മച്ച് മാം. മാമിനെ കേൾക്കാൻ സാധിച്ചതിലും അതുപോലെ തന്നെ മാമായിട്ട് ഇങ്ങനെ സംസാരിക്കാൻ സാധിച്ചതിലും ഒത്തിരി സന്തോഷം. താങ്ക് യു മാം. നെക്സ്റ്റ് ഐ cordially invite the strong pillar of our college, Reverend Dr. Sureka ma'am, the Vice Principal of Bharat Mata College, for the felicitation. Ma'am, please. Thank you, Christina. Beena ma'am and Shiny ma'am. ഈ രണ്ട് വ്യക്തികൾ ഇവിടെ ഉള്ളത്, ഈ ഒരു ഇനോഗ്രേഷൻ ഉള്ളത്, ഐ ഫീൽ ദാറ്റ് ഇത് ഒരു നിമിത്തമാണ്. ഷൈനി മാം, we have heard her many times. Now, having listened to Beena ma'am, I don't think that any more speeches are essential. ഇനിയും നമുക്ക് ആക്ഷൻ മാത്രമേ ആവശ്യമുള്ളൂ. ഞാൻ കേട്ട് വളർന്ന ഒരു വാചകമുണ്ട്. അത് എപ്പോഴും ഞങ്ങളുടെ ഗേൾസ് ഗ്രൂപ്പിൽ എപ്പോഴും നമ്മൾ പറയുന്നതായിരുന്നു. അന്ന് ഞാൻ വളർന്ന സമയത്തൊക്കെ ഒരുപാട് ഡിസ്ക്രിമിനേഷൻ ഉള്ള ടൈം. ഞാൻ കോർപ്പറേറ്റ്സിലാണ് വർക്ക് ചെയ്തത്. പല തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻ ഫേസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതെല്ലാം അതിജീവിക്കാൻ നമുക്കെല്ലാം അകത്ത് ഒരു ഫയർ ഉണ്ട്. ക്രിസ്റ്റീന പറഞ്ഞ പോലെ ഒരു ഫയർ. ഓക്കെ, ആ ഫയർ റിയലൈസ് ചെയ്യുന്നതാണ് വിമൻസ് സെൽ. ഞാൻ കേട്ട് വളർന്ന വാചകം എന്താന്ന് പറഞ്ഞാൽ, ബൈബിളില് it says Eve was made, ഹവ്വായെ ഉണ്ടാക്കിയത് ആഡമിന്റെ ഭാര്യയിൽ വെച്ച, അല്ലേ? So we used to say Eve was made not from the bones of the feet of Adam or from the head, but from the ribs, because God wanted a woman to be side by side with a man, not behind or ahead. എന്ന് ഞങ്ങൾ പഠിച്ചു വളർന്നതാ. ഓക്കെ, അപ്പോ എനിക്ക് അതിൽ എപ്പോഴും അഭിമാനം ഉണ്ടായിരുന്നു. പലപ്പോഴും നമ്മൾ എഹെഡ് ആയിരിക്കും. അവരത് ഒന്ന് അംഗീകരിച്ച് തരാൻ വിഷമമാണെങ്കിൽ പോലും we ourselves know that we were far ahead. അപ്പൊ എപ്പോഴും എനിക്ക് എന്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് പറയാൻ സാധിക്കുന്ന ഒരു കാര്യം, see, what does a woman need to have? Primarily രണ്ട് കാര്യമാണ്. ഒന്ന്, സെൽഫ് റെസ്പെക്ട്. മോസ്റ്റ് ഓഫ് ദ ടൈം വി ലൂസ് ഇറ്റ്. കാര്യം, ഇത് സാരയില്ല, എന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലും ഐ ഡോണ്ട് റിട്ടാലിയേറ്റ്. യു നോ വൈ? ബിക്കോസ് ഞാൻ ഓർക്കുമ്പോൾ അതങ്ങ് സഹിച്ചേക്കാം, എന്തിനാ ഞാനായിട്ട് ഇത് പറയുന്നത്? സോ ടു മീ വൺ പാർട്ട് ഓഫ് മൈ സെൽഫ് റെസ്പെക്ട് മൂവ്സ് അവേ ഫ്രം മീ. ആ സെൽഫ് റെസ്പെക്ട് മൂവ് ചെയ്ത് പോയാൽ, the second point which I want to say here is, how do I love myself? So loving yourself is very, very important. കാര്യം, നിങ്ങളുടെയാണ് ജീവിതം, നിങ്ങളുടെയാണ് ഒപ്പീനിയൻ, നിങ്ങളുടെയാണ് ആസ്പിറേഷൻ. So these two things are the thoughts that I want to leave here. How do you cultivate a mechanism of fostering self-respect and a love for yourself? നിങ്ങളെ സ്നേഹിച്ചില്ലെങ്കിൽ മറ്റുള്ളവരെ സ്നേഹിക്കാൻ വളരെ വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ വന്നാൽ മാത്രമേ
ബീന മാമിനെയും ഷൈനി മാമിനെയും പോലെയൊക്കെ ഇൻഫ്ലുവൻസേഴ്സ് ആകാൻ പറ്റുള്ളൂ. ബീന മാം ടോക്ക് എ ലോട്ട് അബൌട്ട് ചേഞ്ച് ഏജന്റ്. യു ഹാവ് ടു ബി ചേഞ്ച് ഏജന്റ് എന്ന് പറയുന്നത് ഈ കോളേജിലാണ് ഏറ്റവും കൂടുതൽ തോട്ട്സും അതിനെപ്പറ്റിയുള്ള ഡിബേറ്റ്സും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഷെയറിങ്ങും എല്ലാം നടക്കുന്ന ഒരു വലിയ ഒരു പ്രോസസ്സാണ് ഈ കോളേജ് ലൈഫ് എന്ന് പറയുന്നത്. അൺഫോർച്ചുനേറ്റ്ലി വി ആർ ഓൾ ഷട്ട് അറ്റ് ഹോം. പക്ഷെ ഇങ്ങനെ ഒരു വിമൻ സെല്ല് വഴി വാട്ട് വി എക്സാക്ട്ലി വാണ്ട് ടു ഡു ഇസ് ടു അണ്ടർമൈൻ ദ ഫയർ ഇൻസൈഡ് യു. ഇന്നിവിടെ ഈ മീറ്റിംഗ് തുടങ്ങുമ്പം ഐ ഫൗണ്ട് 90 സ്റ്റുഡൻസ് ഹാവിംഗ് ലോക്ക്ഡ് ഇൻ. അത് ഭയങ്കരമായിട്ടുള്ള ഒരു പോസിറ്റീവ് വൈബ് തരുന്ന ഒരു കാര്യമാണ്. നൗ ഹൗ ഡു യു റിയലൈസ് ദറ്റ് ഫയർ എന്നുള്ളതാണ് അടുത്തത്. വിമൻ സെൽ ഇസ് കേപ്പബിൾ of doing programs, activities, debates, whatever, on topics that you need as students. Women Cell in the Constitution, we have student representatives as well as teacher representatives. So please cooperate and voice out your thoughts. Ningalda voice porthu kelkanam. Women voice is very, very essential today. നമ്മൾക്ക് ഈ പത്രങ്ങളിൽ ഇങ്ങനത്തെ വാർത്തകൾ വരുന്നതിന്റെ കൂടെ നല്ല വാർത്തകൾ ഒരുപാട് വരുന്നുണ്ട്. ഹാവ് യു റെഡ് അബൌട്ട് an അമിക്ക ജോർജ്? അമിക്ക ജോർജ് UK ഒരു അമിക്ക ജോർജിനെ പറ്റി ഒരു മലയാളി കുട്ടിയാണ്. അവിടെ എൻ്റെ പേരൻസ് UK പോയി സെറ്റിൽ ചെയ്ത ഒരു കുട്ടിയാണ്. 17 വയസ്സിൽ ഷീ സ്റ്റാർട്ടഡ് എ ഫ്രീ പീരിയഡ് ഇനീഷ്യേറ്റീവ്. അവിടെ UK can you believe students, girls are not attending in some of the villages. They're not attending school because they don't have sanitary napkins. 5 ദിവസം എല്ലാം നഷ്ടപ്പെടും. ഇത് ന്യൂസിൽ കേട്ട ഒരു കുട്ടിയാണ് ആ പ്രോജക്റ്റ് ലീഡ് ചെയ്തത്. അവര് വളരെയധികം അവരും ആ 3-4 ഫ്രണ്ട്സും കൂടി they made a demonstration in front of parliament അഡ്രസ് ചെയ്യാൻ അവർക്ക് അവസരം കൊടുക്കുന്നു. Now the whole അതാണ് ചേഞ്ച് ഏജന്റ് എന്ന് പറയുന്നത്. ആ ഒരു ചേഞ്ച് ഏജന്റ് ആയി മാറിയിരിക്കുവാണ് ആ കുട്ടിയും അവരുടെ ടീമും. ആൻഡ് നൗ പറയുന്നത് ക്വീൻ എലിസബത്ത് ഹാസ് ഗിവൺ them the highest of honor. എത്ര വയസ്സുണ്ടാകപ്പാടി? 20 വയസ്സ് ടോട്ടൽ. ഓക്കെ, സോ this is how that when young energy comes in and starts working very, very focused, ഇത് മാജിക് ക്രിയേറ്റ് ചെയ്യും. So I'm sure that this women's cell this year will really do programs of high impact programs and develop each and every member. And എല്ലാവരും തന്നെ ഇത് ഒരു ഷോർട്ട് ടേം ആയിട്ടോ അല്ലെങ്കിൽ ഈ പ്രോഗ്രാംസ് ഒരു ഷോർട്ട് ടേം എന്താണ് അതിന് പറയുന്നത് ഇഫക്റ്റ് തരുന്ന ഒന്നായിട്ട് കാണരുത്. This should all impact you in the long term. ഇന്ന് ബീന മാം പറഞ്ഞ പല കാര്യങ്ങളും എനിക്ക് ഒരുപാട് അതിന്റെ എക്സ്പീരിയൻസ് ഉണ്ട്. അത് നിങ്ങൾക്ക് ആ എക്സ്പീരിയൻസ് ഇല്ലായിരിക്കും. ഓവർ ദ ഇയേഴ്സ് യു വിൽ ഗെറ്റ് ദറ്റ് എക്സ്പീരിയൻസ് ആൻഡ് സേ ഓ അന്ന് ഞാനിത് കേട്ടതാണ്, എത്ര ട്രൂ ആണ്. ദിസ് ഇസ് നോട്ട് ഹൗ ഐ ഷുഡ് ഗോ. ദർ ഇസ് എ ഡിഫറെന്റ് പാത്ത്. സോ ലെറ്റ് മീ ടേക്ക് ദറ്റ് പാത്ത് ആൻഡ് ക്രിയേറ്റ് എ ഡിഫറൻസ്. ഈച്ച് ആൻഡ് എവറി വൺ ഓഫ് യു, ഐ എം urging you young girls, you should be a change agent and create a difference in this world and leave the world as a better place. Thank you so much, and Anu and team wish you all the very best for a very successful year, and let us have programs which really benefit our girls. Thank you. Thank you very much, Surekha ma'am. ഇപ്പോൾ നമ്മുടെ ഔദ്യോഗികമായ കാര്യപരിപാടികൾക്ക് ഇവിടെ തിരശ്ശീല എഴുകയാണ്. നന്ദി അർപ്പിക്കാനായി വിമൻസ് സെൽ സ്റ്റുഡന്റ് റെപ്രസെന്റേറ്റീവും 3rd ഇയർ BCom ടാക്സേഷൻ ഫസ്റ്റ് ബാച്ച് വിദ്യാർത്ഥിയുമായ അഭിരാമി ഗംഗാധരനെ ക്ഷണിച്ചുകൊള്ളുന്നു. A warm good morning to one and all. It is my honor to propose a vote of thanks on this occasion. Once a great man said, feeling thankfulness and not expressing it is like wrapping a present and not presenting it. I, on behalf of BMC Women's Cell, take this opportunity to thank the chief guest for the event, Dr. Beena Ma'am, who spent her busiest time gracing and inaugurating BMC Women's Cell 2021-22. Today, we had the opportunity
to hear your thoughts, and this is definitely encouraging us in our future events. Your thoughts have enlightened our minds and shown us a new path. Thanks a lot for adorning this occasion and sharing your views today, ma'am. Your views are words of wisdom, and it will definitely help us to achieve what we want, being a woman. A special mention to our beloved principal, Dr. Shaini Palati, for being the catalyst that inspired us to do our best and stand as a pillar of power. Thank you for sparing your time and sharing precious thoughts with us, ma'am. Our heartfelt thanks to Vice Principal Dr. Sudekha Sakaria for her words of encouragement. We are grateful for your continued support, ma'am. With deep sense of appreciation, I would also like to thank our loving faculty coordinators, Dr. Anu K. John from Chemistry Department, Dr. Shibi Thomas from Physics Department, Ms. Susan K. Matthew from MBA Department, Ms. Trishya from BBA Department for their untiring efforts. We are immensely grateful to you for all your guidance and support in organizing the inaugural function. We are sure that under your leadership, we will be able to carry forward women's activities in the best possible manner. I'm also thankful to the student coordinators for their active involvement in managing today's event. Last but not the least, I would like to extend a special thanks to this nice audience who made this inaugural session a great success. Thank you all, and thank you once again. താങ്ക് യു അഭിരാമി. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറയുകയാണ്. ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട വിമൻസ് സെല്ലില് സ്ത്രീ സുരക്ഷയ്ക്കും അതിലുപരി സ്ത്രീ ശാക്തീകരണത്തിലും സ്ത്രീ വിദ്യാഭ്യാസത്തിനും വേണ്ടി ഒട്ടനവധി ചുവടുകൾ മുന്നോട്ട് വെക്കാൻ നമ്മുടെ ഈ സെല്ലിന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ഒരു കാര്യപരിപാടികൾ അവസാനിച്ചതായി അറിയിച്ചുകൊള്ളുന്നു. താങ്ക് യു ഓൾ, താങ്ക് യു വെരി മച്ച് ആൻഡ് വിഷിംഗ് യു ഓൾ എ വെരി ഗുഡ് ഡേ. താങ്ക് യു. Dr. Beena, once again, thank you very much. Thank you everyone for your active participation. Thank you.